ഇജാതിരി ടൂറ് എന്റെ കരിയറിൽ അമേസിംഗ് അമേസിംഗ്. ഇവിടെ ഒരു പെന്റ് ഹൗസ് വേണം. 1600 കോടി ഉണ്ടോ നിങ്ങളെ കയ്യിൽ? ഇവിടെ പെന്റ് ഹൗസ് പണിയാ. ആദിവാസികളെ 50 നോക്കിയാലും 40 രൂപ നഷ്ടമാണ്. 40 രൂപ പോയി കേരളത്തിലെ ഒരാൾ എത്തിപ്പെടാത്ത സ്ഥലമാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എത്രത്തോളം ഉണ്ട് എക്സൈറ്റ്മെന്റ്? അത്രത്തോളം ഉണ്ട്. 40 രൂപ ചാമ്പി എന്റെ അടുത്ത് 40 രൂപ കൊടുക്കാല്ലേ? ഞങ്ങൾ അമ്പൂർ ബിരിയാണി തപ്പി എടുക്കണം. ഒരു കമന്റ് ചെയ്യാം, അപ്പൊ ഞങ്ങൾ പെരത്തും. ഇതാരുടേതാണെന്ന് അറിയാം? ആയിരുന്നു ഒരു കമന്റ് ചെയ്യുന്നത്. കേരള പോലീസ് അങ്ങനെയല്ലേ, മുഖം ഭാവങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നാറികളാണോ? നാറികളൊന്നും പറയാൻ പറ്റില്ല. കേരള പോലീസ് അച്ഛ, തമിഴ്നാട് പോലീസ് അച്ഛ. 2050 കാണുന്നവർ അതൊക്കെ നേരിടണോ? എന്താ പ്രശ്നം പറയും? 40 രൂപ ഞമ്മ ചാമ്പി എന്റെ അടുത്ത് 40 രൂപ കൊടുക്കാല്ലേ? പൈസ കൊടുക്കാല്ലാത്തോണ്ടല്ല, ഇത് 5 രൂപ 10 രൂപേന്റെ മുതലിന് 40 രൂപ പറയാം. അവൻ പറഞ്ഞെന്താ സാധനം കിട്ടാല്ല, അതുകൊണ്ടാണ്. അപ്പൊ കേരളത്തിൽ ഒരു സാധനം വാങ്ങുമ്പോ നമ്മള് ചോദിക്കേണ്ട തോയിപ്പേ പൈസ വാങ്ങണ്ടേത്. നിന്റെ ഊര് എവിടെ? നന്മ നന്മ അങ്ങനെ. അതെ, കഴിച്ചിലാവട്ടെ. ചിലപ്പോ സ്കൂളൊക്കെ തുറക്കാനായതല്ലേ അല്ലേ? സ്കൂളൊക്കെ പൂട്ടി ചെറിയ കുട്ടികളൊന്നും വാപ്പായൊക്കെ വന്നു മഴ ഉണ്ടോ? അത് നടക്കാൻ പറ്റില്ലടി. സ്റ്റോക്ക് അപ്പൊ പെട്ടു പോയിപ്പേ 40 രൂപ നഷ്ടമാണ്. 40 രൂപ പോയി. മധുരം ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് മധുരം ഇല്ല പോരാത്ത. ഉപ്പുണ്ട് ഞമ്മക്ക് ഈ സ്ഥലത്ത് സാധനം കൊണ്ടുവന്നു അയാളോട് പോകാൻ നോക്കിയാ അതെ ചോദ്യം ചെയ്യുമ്പോ ഒക്കെ പറഞ്ഞാണ് ഞങ്ങൾ. അയാൾക്കൊരു കച്ചവടം കിട്ടിയിട്ട് ആളെ വിളിച്ചു വന്ന് വിറ്റി ഇത് കൊടുക്കുമ്പോ കച്ചവടം അയാൾക്ക് നല്ലൊരു അമ്പൂർ ബിരിയാണി കൂടി കിട്ടിയ കോഴിമുട്ടി. ഞങ്ങൾ അമ്പൂർ ബിരിയാണി തപ്പി എടുക്കണം. അമ്പൂർ ഒരു കമന്റ് ചെയ്യാം, അപ്പൊ ഞങ്ങൾ പെരത്തും. 2050 കാണുന്നവർ ലൈക്ക് ചെയ്യൂ. ആര് കാണാനാ? ചൽക്കണ്ട കഴിഞ്ഞ ഒരു 35 ആളാണ്. 35 ആള്. ഇജ് മറ്റേ അക്കരക്കാടൻ ഫൈസ് കുട്ടമണ്ടി യൂട്യൂബർ കുട്ടൻ. അടിപൊളി വീഡിയോ. കുട്ടമില്ല അടിപൊളി. പിന്നെ നിയാസ് മോൻ ഉമ്മാന്റെ പോർന്ന് കാരണോനെ വന്ന് അടുത്തന്നെ വന്ന് നൈസ് ബ്രോ. 6 വ്യൂസ് ഒരു ഡിസ്ലൈക്ക് റിപ്പോർട്ട്. ഞാൻ കോലി കളണ്ടേ മാറി ഇല്ലല്ലോ. 40 രൂപ വകുപ്പുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ബദാം ഉണ്ട്, പിന്നെ കാടമൻ. 40 രൂപയാണ്. കോലല്ല ക്വാളിറ്റിയിലോ പാടല്ലേ? ചന്ദനാണ്. കോഴി നോക്ക്, ഇത് തടി കൂലേ?
അടി കൂടുന്നല്ല 1.5 ലക്ഷം രൂപ വില വരും. താൻ എന്തുവാ ഈ പറയുന്ന സുഹൃത്തെ? സുഹൃത്തെ എന്താണ് നടക്കണത് കുട്ടു? എന്താണ് കുട്ടു? സത്യം പറഞ്ഞ പോന്ന് കുടുങ്ങിയതാണ് കുട്ടു. ഇനി മേലാല് പോരൂല അവളപ്പോ. ഇതിക്കൊക്കെ പറയാം എനിക്കത്തെ ഒരു മടിയൊക്കെ ഫ്രീ ആക്ക്. ആ മിഥുരാജ് ഓനോട് ചോദിച്ചു ഇജ്ജ് മാധ്യമ പ്രവർത്തകനാണ്. ഇതിക്ക് നോക്കി പറയും. അതെ, പ്രധാന വാർത്തകൾ വായിക്കുന്നത് എന്തൊക്കെയാണ് ചൂടായിട്ട് വിശേഷങ്ങൾ? എവിടെയൊക്കെ പോയി, എന്തൊക്കെ കണ്ടു? അതുകൊണ്ട് ഞാനാ പറയണ്ടത്. എന്താ ഉഷാറായി, എൻജോയ് ചെയ്ത്. ഭക്ഷണം കിട്ടിയില്ല. ഭക്ഷണം ഇവിടെ വെറുതെ കൊടുക്കൂല, പൈസ കൊടുത്താൽ കിട്ടും. അടുത്ത സ്റ്റാറ്റ്യൂൺ, അടുത്ത ഭാർഗവൻ. മാറിയോ? എന്താ പറയാനുണ്ട്? സുഖല്ല. റാസിക്, നമ്മളെ പുതുമണമാളൻ റാസിക്കിനെ പറ്റും. ഒന്നും മുണ്ടൂല. വണ്ടി കയറിയാൽ മാത്രം മുണ്ടു. ഒന്നും മുണ്ടൂല. അടുത്ത് കൂഫി. ഓൻ ആകെ നഷ്ടത്തിലാണ്. 40 റുപ്യന്റെ ഐസ്. എന്താണ് ടൂറിനെ പറ്റിയ അഭിപ്രായം? ടൂറ് എന്റെ കരിയറിൽ അമേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കാറിൽ ഇത്രയ്ക്കും ദിവസം ഒരു ടൂർ പോയിട്ട് യാത്ര ചെയ്തിട്ടുണ്ടാവില്ല. തണുപ്പത്ത് കോരിച്ചെറിയ ഊട്ടിയിലും നമ്മുടെ ക്ലൈമറ്റ് എന്തൊക്കെ ചേഞ്ച്. ഊട്ടിൽ അടിപൊളി ക്ലൈമറ്റ്, 16 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു ഇന്നലെ. 14. നല്ല തണുപ്പ്. പക്ഷെ റൂം കിട്ടില്ല. അത് മാത്രം ഞങ്ങൾക്ക് ഒരു വലിയ നഷ്ടം. പെരുന്നാളായിട്ട് എത്രയോ പേര് പെരുന്നാൾ, വിഷു ഇത് പ്രമാണിച്ച് ഒരുപാട് ആളുകൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ റൂമില്ല. അവർക്കാർക്ക് റൂം തരാൻ കഴിയുന്നില്ല. ഞങ്ങളോട് ഹെൽപ്ലെസ് ആണ്. എന്ത് ചെയ്യും? നടപടി അതെ, എത്രയും പെട്ടെന്ന് തമിഴ്നാട് ഗവൺമെന്റിന്റെ വക ഉണ്ടാവണോ ആലോചിക്കുന്നു. അപ്പോൾ നമ്മൾ കാറിലൊക്കെ കടന്നുറങ്ങി. എത്രയോ പേര് മറ്റേ റോഡ് സൈഡിലൊക്കെ കടന്നുണ്ട് ഈ തണുപ്പത്ത്. നമ്മളത് പറയും തമിഴ്നാട് പോലീസ് അടിപൊളിയാണ്. അടിപൊളി. ഒന്നും പറയാല്ല. അതാ പോലും പറയാല്ലേ. തമിഴ്നാട് പോലീസിനെ പറ്റി പ്രത്യേകമായിട്ട് പറയണ്ട, അടിപൊളിയാണ്. നമ്മളെ കേരള പോലീസിന്റെ വാതിലൊന്നല്ല. വെറൈറ്റി അറിയുമ്പോ എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്ത് എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മളെ പോലീസും നല്ല പോലീസാണ്. ജനങ്ങളായിട്ട് ഇടപഴകാൻ ഒന്നുകൂടി ഉഷാറ് തമിഴ്നാട് പോലീസാണ് എന്റെ അഭിപ്രായം. കേരള പോലീസായിട്ട് ഏറ്റവും ബെറ്റർ. നമ്മുടെ ആൾക്കാർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. നമുക്ക് കേരള പോലീസിൽ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പേടിയാണ്. ഇത് നമുക്ക് അങ്ങനത്തെ പേടിയൊന്നും. എന്തുകൊണ്ടാണ് താങ്കൾക്ക് പേടി? കേരള പോലീസ് അങ്ങനെയല്ലേ, മുഖം ഭാവങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ. നാറികളാണോ? നാറികളൊന്നും പറയാൻ പറ്റൂല. ഇന്നെ കുറിച്ചുണ്ടാവും. എത്ര ഞങ്ങൾ കാട്ടി വെച്ചു. കേരള പോലീസ് അച്ഛ, തമിഴ്നാട് പോലീസ് അച്ഛ. ബൗത്ത് നമുക്ക് വളരെ പ്രകൃതി രമണീയമായ ഒരു ഏരിയയാണ്. അടുത്തതായി വളരെ പ്രകൃതി രമണീയമായ ഒരു ഏരിയക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തേയിലത്തോട്ടത്ത് കമന്റ് ചെയ്യുക. അതെ, കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മുതലാളി 100 കോടി 100 കോടി എടുത്തിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയത് ഇവിടെ ഒരു പെന്റ് ഹൗസ് വേണം. 1600 കോടി ഉണ്ടോ നിങ്ങളെ? ഇവിടെ നമുക്ക് പെന്റ് ഹൗസ് പണിയാം. അപ്പൊ നമ്മളെ വണ്ടി കാണിച്ചു കൊടുക്കാം. രണ്ട് വണ്ടിയിലാണ് നമ്മൾ വന്നത്. എറ്റിയോസ് നമ്മൾ വിചാരിച്ച വണ്ടി ഇതല്ല. അത് പ്രത്യേകം പറയാം. അതുകൊണ്ടാണ് ഞങ്ങൾ എറ്റിയോസിൽ പോകുന്നത്.
ഇത് നമ്മളെ BMW മുതലാളിയാണ്. BMW എന്നാ ഇറങ്ങാം? BMW വിശേഷങ്ങൾ അടുത്ത ആഴ്ച കൺഫേം ആണ്. എന്ത് കുഴപ്പം റിഫാൻ മുർഷിദാണ് പോകുന്നത്. നമ്മളോടുള്ള കുയിന്ത് കാരണം കുയിന്ത് കാരണം ബൈക്കുമേൽ റൈഡ് അടിക്കുന്ന റൈഡേഴ്സ്. ഷേബേ കമോൺ. എന്താ പീസ് പക്കാ പീസ് അല്ല. നാട്ടില് കുറച്ച് കുട്ടികൾ ആദിവാസികൾ അമ്പ് പറയാൻ പറ്റൂല. എന്താ പ്രശ്നം പറയും? എന്താ പ്രശ്നം പറയും? അപ്പം കുട്ടാ ഹാപ്പി ടൂറല്ലേ? ഹാപ്പി ടൂറ്. അപ്പം നമുക്ക് ഇനി അടുത്തത് നമുക്ക് കൊടുക്കാൻ പോകണ്ടേ? കൂന്തൽ ഗ്രാമം. അടുത്ത നമ്മളോട് പ്രതീക്ഷിക്കുന്നത് അടുത്തതല്ല, ഈ ടൂറിൽ അടുത്തൊരു കൂന്തൽ ഗ്രാമത്തിലേക്ക്, ഡെസ്റ്റിനേഷൻ നമ്മള് ഒരുപാട് കൂന്തലുകളുള്ള ഒരു സുന്ദരമായ ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ പോകും. ഇതുവരെ കേരളത്തിലെ ഒരാൾ എത്തിപ്പെടാത്ത സ്ഥലമാണ്. ഇതുവരെ ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഞങ്ങള് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എത്രത്തോളം ഉണ്ട് എക്സൈറ്റ്മെന്റ്? അത്രത്തോളം ഉണ്ട്. ഈ തേയിലത്തോട്ടത്തോളത്തുണ്ട് ഒരുപാട് മതിയില്ലേ? എവിടെ നിർത്തല്ലേ? താൽക്കാലികം നമുക്ക് ഇനി അടുത്ത് കൂന്തൽ ഗ്രാമത്തിൽ